മേഖലയിൽ വന്യജീവി ശല്യം മൂലം കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് ആശ്വാസമായി ചെറുപുഴ കൃഷിഭവന്റെ ഫെൻസിംഗ് സബ്സിഡി പദ്ധതി. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം മേഖലയിലെ കാർഷിക രംഗത്ത് വലിയ ഉണർവാണ് പകരുന്നത്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നത് മലയോര കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഇതിനു പരിഹാരമായി കൃഷിയിടങ്ങൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനാണ് കൃഷിഭവൻ സബ്സിഡി നൽകുന്നത്. മലയോര ജനതയുടെ കാർഷിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന ഇത്തരം പദ്ധതികൾ വരും കാലങ്ങളിലും തുടരണമെന്നാണ് കർഷകരുടെ ആവശ്യം. വന്യജീവി ശല്യത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ നിലവിലെ പ്രതിസന്ധിയിൽ കർഷകർക്ക് ഈ പദ്ധതി എന്തെന്നില്ലാത്ത ആശ്വാസമാണ് നൽകുന്നതെന്ന് കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും വിലയിരുത്തുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഈ വർഷം നടപ്പിലാക്കിയ ഫെൻസിങ്ങിനുള്ള സബ്സിഡി നമ്മുടെ മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർ ഇവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണമാണ്. പന്നികളുടെ, ആനകളുടെ എല്ലാം ശല്യമാണ്. അപ്പോൾ ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായതാണ്. ഇവിടെ പെരുവട്ടത്തുള്ള 10 ഏക്കറിൽ നല്ല കൃഷി ചെയ്യുന്ന കർഷകൻ, അഗസ്റ്റിൻ എന്ന് പറയുന്ന കർഷകൻ, ആ കർഷകൻ കൃഷി ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായപ്പോഴാണ്, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതുപോലെ തന്നെ 10 ഏക്കറിലും സോളാർ ഫെൻസിങ് ചെയ്ത് അതിന് സബ്സിഡി കൊടുക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ കുറേ കർഷകർക്ക് സബ്സിഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ കർഷകർ വളരെ ആഹ്ലാദത്തിലാണ്. പ്രത്യേകിച്ച് ചെറുപുഴ കൃഷിഭവൻ വഴി ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഈ പദ്ധതി നടപ്പിലാക്കിയത് മറ്റെല്ലാ പദ്ധതികളെക്കാളും ഒരു നല്ല പദ്ധതിയായി കർഷകർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലാ തലത്തിലുള്ള കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജിതേഷ് സാർ, അതുപോലെ തന്നെ പയ്യന്നൂർ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ രാഖി മാഡം, ഇവർ നമുക്ക് ചെറുപുഴ കൃഷിഭവന് ഈ പദ്ധതി അനുവദിച്ച് തന്നതുവഴി കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധി കൃഷി സ്ഥലങ്ങൾ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കർഷകരുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഈ ഫെൻസിങ് സ്ഥാപിച്ചതോടുകൂടി, സാധാരണ ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും സ്ഥാപിച്ചിട്ടുണ്ട്, 1.5 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിച്ച കർഷകരുണ്ട്. അവരിത് സ്ഥാപിച്ചതുവഴി അവരുടെ കൃഷി നിലനിർത്താൻ സാധിക്കുകയും ഒരു വന്യജീവിയുടെ ആക്രമണം പോലും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ഇതിന് ആവശ്യം 50% സബ്സിഡിയാണ് നൽകുന്നത്. ഇതിനാവശ്യമായ ചെലവ് എന്ന് പറയുന്നത് ഈ കൃഷി ഇത്രയും വിലപിടിപ്പുള്ള കൃഷി സംരക്ഷിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്ത് നോക്കുന്നതാണെങ്കിൽ ആ ചെലവ് ഒരു ചെലവേ അല്ല എന്നുള്ള രീതിയിലാണ് കർഷകർ രേഖപ്പെടുത്തുന്നത്. ഇത് ചെറുപുഴ പഞ്ചായത്തിലെ പെട്ട സ്ഥലമാണ്. ഏതാണ്ട് 10 ഏക്കറോളം സ്ഥലമുണ്ട്. ഫെൻസിങ് കിട്ടിയത് വളരെ ഉപകാരപ്രദമാണ്. ഇല്ലെങ്കിൽ കൃഷി ഉപേക്ഷിച്ച് തന്നെ പോകാൻ വേണ്ടിയിരുന്നാണ് ഞാൻ. അപ്പോഴാണ് സുരേഷ് സാർ പറയുന്നത് ഫെൻസിങ് ചെയ്യാൻ. അങ്ങനെയാണ് ഫെൻസിങ് ചെയ്തതും. ഇതുവരെ ഒരു ആക്രമണമില്ല, 100% വിജയമാണ്. കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 1.5 വർഷത്തോളം ഏതാണ്ടാകുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇല്ലേ കൃഷി ഉപേക്ഷിച്ച് ഇറങ്ങി പോകേണ്ട സ്ഥിതിയായിരുന്നു. ഏകദേശം എത്ര സ്ഥലം വരുന്നു? ഏകദേശം 10 ഏക്കറോളം. ഇത് എന്തെല്ലാം വിളകളാണ് ഇവിടെ ഉള്ളത്? കവുങ്ങ്, 1000 കവുങ്ങ് വെച്ചതിൽ 500 പന്നി കളഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഫെൻസിങ് ചെയ്യുന്നത്. കവുങ്ങ്, പിന്നെ ജാതി, തെങ്ങൊക്കെ കൂടെ എടുത്തു കളയുമായിരുന്നു. ഭയങ്കര വന്യമൃഗ ശല്യമായിരുന്നു. പന്നി തന്നെ കൂടുതൽ. ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ ഫെൻസിങ് ഇല്ലാതെ എങ്ങനെയും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു രക്ഷയില്ല. ഫെൻസിങ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഇവിടെ. ഓക്കെ. ഞാൻ ചെറുപുഴ കൃഷിഭവന്റെ കീഴിലുള്ള തിരുമേനി സ്ഥലത്ത് താമസിക്കുന്ന ജോർജ് ഫ്രാൻസിസ് എന്ന ആളാണ്. എൻ്റെ 3 വർഷത്തോളം പ്രായമായ കവുങ്ങ് തൈകളുണ്ടായിരുന്നു. എനിക്ക് 5 ഏക്കർ സ്ഥലത്തോളമായിരുന്നു ഞാൻ കൃഷി ചെയ്തിരുന്നത്. ആദ്യകാലങ്ങളിൽ കവുങ്ങ് തൈ വെക്കുമ്പോൾ പന്നിയുടെ ശല്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ 2 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുതൽ പന്നിയുടെ ശല്യം കാര്യമായി കാണുകയും കവുങ്ങ് തൈ നശിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫെൻസിങ്ങിന് സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫെൻസിങ് 5 ഏക്കർ സ്ഥലത്ത് മൊത്തമായിട്ട് ഫെൻസിങ് ചെയ്തു. നമ്മൾ സോളാറിൻ്റെ ഇതും പാനലും അതുപോലെ തന്നെ ബാറ്ററി പെട്ടിയും അതിൻ്റെ ഇൻസുലേറ്റർ അടക്കം വെച്ചുകൊണ്ട് ഈ 5 ഏക്കർ സ്ഥലവും മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സോളാർ ചെയ്തു. അതിനുശേഷം കമ്പിവേലിട്ട ശേഷം യാതൊരു ഒരു തരത്തിലുള്ള പന്നിയും അതിനുള്ളിൽ കയറുന്നില്ല. ചെറിയ പന്നികളടക്കം, അതുപോലെ കൂട്ടമായിട്ട് വരുന്ന പന്നികളടക്കം ഇപ്പം അതിനകത്ത് കയറുന്നില്ല. അപ്പോൾ കവുങ്ങ് തൈകൾ മുഴുവനും സംരക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പം കവുങ്ങിനോടൊപ്പം തന്നെ ഇടവിള കൃഷിയായിട്ട് വാഴയും കപ്പയും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പരിപാടി ഈ ഫെൻസിങ്ങിനുള്ള ധനസഹായങ്ങൾ ലഭിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കവുങ്ങ് തൈ അടക്കമുള്ള കൃഷികൾ സംരക്ഷിക്കുവാനും അതിനകത്ത് ഇടവേളയായിട്ട് പച്ചക്കറിയും
അതുപോലെ തന്നെ വാഴയും കപ്പയും ഒക്കെ നടുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നിട്ടാണുള്ളത്. മലയോര മേഖലയിൽ താമസിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷി മാത്രം ഉപജീവനമായിട്ട് കരുതുകയും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുകയും ചെയ്ത ജനതയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അതിലേറ്റവും വിഷമം തോന്നുന്നൊരു ഘട്ടത്തിലൂടെയാണ് ഈ കഴിഞ്ഞ നാളുകളൊക്കെ കടന്നുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ കർഷകർ വളരെ പ്രതീക്ഷയോടുകൂടി കൃഷിയെ ഇറക്കുകയും എന്നാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ നടക്കുന്ന ഈ വേളയിലാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കൊരു അനുകൂലമായൊരു നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു വിധി വന്നത്. ഈ സോളാർ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൃഷിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താമെന്നുള്ളത് അറിയുകയും അതുപ്രകാരം നമ്മൾ 5 ഏക്കർ സ്ഥലത്ത് സോളാർ ഫെൻസിങ് പോലെയുള്ള ഫെൻസിങ് സ്ഥാപിച്ചു നമ്മൾ കൃഷിയെ പ്രൊട്ടക്ട് ചെയ്തു. അത് മുഖാന്തരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന അവിടെ വരികയും ആന വന്ന മറ്റ് കൃഷിയിടങ്ങളെല്ലാം കൃഷികൾ നശിപ്പിച്ചപ്പോൾ എൻ്റെ 5 ഏക്കർ സ്ഥലത്തിനകത്ത് ബൗണ്ടറിയുടെ കൂടെ വന്ന് കടന്നുപോയി ആന ഫെൻസിങ്ങിൽ തട്ടുകയും അത് മറ്റ് വിദൂര സ്ഥലത്ത് പോലും അതിന്റെ അലർച്ചയും കാറിച്ചയൊക്കെ കേട്ടു. അത് പ്രകാരം ഞങ്ങൾ ഈ വർഷം കപ്പയും ചേമ്പും ചേനയും കൂർക്ക തുടങ്ങിയ വിളകളെല്ലാം ഞങ്ങൾ ഈ വർഷം തന്നെ ഞങ്ങൾ കൃഷിഭൂമിയിൽ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ആ സോളാർ ഫെൻസിംഗിൽ നമുക്ക് നല്ലൊരു ഇതാണ് കിട്ടിയത്. കൃഷി വകുപ്പിൽ നിന്നും കിട്ടി, അതിന്റെ സബ്സിഡിയും കിട്ടി. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.